ആമിന ബീബിക്കോ മെന്നമോനെ ആരിലും കനിയും ഇമ്പത്തേനെ ആലങ്ങൾക്കാകെയുള്ള റസൂലേ ആദിയോൻ പുകഴ്ത്തുന്ന ഹബീബേ ഉമ്മുൽ ഖുറാബില്ലണഞ്ഞ ഉമ്മുൽ കിതാബിൻ്റെ ഉടമ നമ്മുടെ നബിൻ്റെ മകൾ ഫാത്തിമ ബീബി ഫാത്തിമ ബീബി. സന്തോഷമായി നിങ്ങൾക്ക്? സന്തോഷമായില്ലേ? അപ്പൊ അത് ഈ പ്രാവശ്യം ഓണത്തിന് അതിനെടുക്കുക അല്ലേ? അയ്യോ, അവിടെയും കണ്ടെങ്കിൽ വിസ്മയാണ് ചെല്ലേ ചേച്ചി. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിന്നേ നിങ്ങൾക്കറിയാലോ, ഞാൻ മാസങ്ങൾക്കപ്പുറം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു ചീരു ചേച്ചി എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ ഒരു പഴയ കാലത്തെ മാപ്പിളപ്പാട്ടുകൾ, പ്രത്യേകിച്ച് എന്ന് പറയുമ്പം പിന്നെ നമ്മുടെ നബിയുടെ പാട്ടുകളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു ചേച്ചിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് അന്ന് ആളുകൾ പലരും എനിക്കിങ്ങനെ വിളിക്കും, ഈ ചേച്ചിൻ്റെ അടുത്ത് ഒന്നും കൂടി പോകണം, ആ ചേച്ചിയോട് കുറച്ച് പാട്ടുകൾ പാടിക്കണം, ചേച്ചീൻ്റെ വിശേഷങ്ങളൊക്കെ അറിയണം. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു ചേച്ചിയാണിത്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ആ ചേച്ചീൻ്റെ വീട്ടിലേക്ക് വന്നേക്കാട്ടോ. എന്തിനറിയോ, ആ ചേച്ചിയെ കണ്ടിട്ട് കുറച്ച് പാട്ടും കൂടി നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാനും ആ ചേച്ചിയുടെ ഇപ്പോഴത്തെ ഒരു വിശേഷങ്ങളൊക്കെ അറിയാനും. ഓണക്കണൽ വരുന്നേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിശേഷങ്ങളൊക്കെ അറിയാൻ ചേച്ചീൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ഇപ്പോൾ അവിടെ ചേച്ചി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാനിന്ന് വെല്ലടിച്ച് നോക്കട്ടെ. ചേച്ചി ഉണ്ടെങ്കിൽ നമുക്ക് ചേച്ചിനോട് കുറച്ച് കൂടുതൽ പാട്ടുകളൊക്കെ പാടിക്കാം, ചേച്ചീൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാം. എന്തായാലും നോക്കാം നമ്മളെ. ചേച്ചി, ഓ ആ അവിടെ ഉണ്ടോ? ഹായ്, എന്താ വർത്താനോ? ഞാൻ എൻ്റെ വീട്ടിൽ പോയി വരികയാണ്. അല്ലേ, ഞാനിപ്പോ സാരിയൊക്കെ മാറ്റി കൊടുക്കാൻ ഇന്നലെ പോയതാണ്. ആങ്ങൾക്ക് സുഖമില്ല, അപ്പൊ ആങ്ങളിനെ കാണാൻ വേണ്ടി പോയതാ. കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് ഒക്കെ കാണാൻ വേണ്ടി ഇന്നലെ രാത്രി അവിടെ നിന്ന് ഇപ്പൊ അങ്ങോട്ട് വരികയല്ലേ. ഞാൻ ഈ സാരിയൊക്കെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി പോകുമ്പോഴേ ഞാൻ എന്തോ കല്യാണത്തിന് അക്കാര്യത്തിന് പോകുന്ന കരുതി. ഇന്നലെ പോയിന്ന്, ഇന്നലെ ഉച്ചക്ക് പോയിന്ന്, ഇന്നലെ രാത്രി അവിടെ നിന്നു. തന്നെ എന്തൊക്കെ വിശേഷങ്ങൾ നിങ്ങളെ? നല്ലത്. കൊറേ കാലം നമ്മൾ കണ്ടിട്ട്, കൊറേ കാലൊന്നുമില്ല, എത്ര ഒരു 2 ദിവസമൊക്കെ ആയിട്ടാവൂലേ? അന്നേ ചേച്ചി കുറച്ച് പാട്ടുകളൊക്കെ പാടിയില്ലേഞ്ഞു. ഇതൊക്കെ ആൾക്കാർ കണ്ടിട്ടേ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടോ. നിങ്ങൾക്ക് ആരും വിളിച്ചിഞ്ഞോ? വിളിച്ചു പറഞ്ഞു. ഇവിടെ ഉള്ളവരും പിന്നെ തുറക്കക്കാരും മേലങ്ങാടിക്കാരും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. അമ്മൻ്റെ അവിടെ ഉള്ളവരും ഇവിടെ അയൽവാസികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഒക്കെ. പരിപാടിക്കൊക്കെ പോകാനില്ല, കല്യാണത്തിനൊക്കെ പോകുമ്പോ ആരെന്തെങ്കിലും പറയോ? ഒന്നും പറയില്ല, ഉസാറായിന്ന് ഇങ്ങനെ പറയും. ഇന്നും പറഞ്ഞേ അവിടുന്ന് ഉസാറായിട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾ ഈ വീഡിയോ ഇട്ടപ്പോഴേ ഇതിങ്ങനെ പാട്ടങ്ങനെ കേട്ടിട്ട് ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ട്. അപ്പൊ എനിക്ക് ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കും, ചേച്ചിന്റെ അടുത്ത് ഒന്നും കൂടി പോകണം, ചേച്ചിന് കുറച്ച് പാട്ടുകളൊക്കെ ഒന്നുകൂടി പാടിക്കണം. ആയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ ചേച്ചിനെ കണ്ടിട്ട് വിശേഷങ്ങളൊക്കെ അറിയാം. അതിനു വേണ്ടിയാ ഞാൻ നിങ്ങളടുത്ത് വന്നേ. എന്തായാലും നമുക്ക് നമ്മളെ പ്രേക്ഷകർ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അവർക്ക് ഏതായാലും അറിയുന്ന കുറച്ച് പാട്ടുകൂടെയൊക്കെ നമുക്ക് പാടി കൊടുക്കണം. കൂടുതൽ ചേച്ചിന്റെ വിശേഷങ്ങളൊക്കെ അറിയണം കേട്ടോ. എന്നായിക്കോട്ടെ, നമ്മൾ നോക്കല്ലേ? എന്നാല് നോക്കല്ലേ. ചേച്ചിനോട് പറഞ്ഞു പാട്ടൊക്കെ നമുക്ക് പുറത്തുനിന്ന് പാടാന്ന്. അതൊരു ഉഷാർ ഇട്ടുള്ളൂ അല്ലേ? അല്ലേ അതിന് മട്ടം അല്ലേ? അപ്പൊ ചേച്ചി പറഞ്ഞ പ്രകാരം പുറത്തിറങ്ങിക്കുകയാണ്. അപ്പൊ ചേച്ചി എന്തൊക്കെ വിശേഷങ്ങള്? തന്നെ നല്ലത് തന്നെ. നമ്മളിപ്പോ 2 മാസം ആയിട്ടുള്ള കണ്ടിട്ട് അല്ലേ? നമ്മൾ കുറച്ച് പാട്ടുകളൊക്കെ ഒന്ന് പാടി, പ്രത്യേകിച്ചും പിന്നെ മാപ്പിളപ്പാട്ട്, അതിലുപരി നബിയുടെ പാട്ടുകൾ അല്ലേ? അതിനോട് പ്രത്യേക താല്പര്യം ഞങ്ങൾക്ക്. ഞമ്മക്ക് എന്താ കഴിയുന്ന കഴിവുകള് ജനങ്ങൾക്ക് പ്രകടിപ്പിച്ചു കൊടുക്കുക, കാണിക്കുക. ചേച്ചിന്റെ കാര്യങ്ങൾ അന്ന് ഞാൻ കുറെ പറഞ്ഞു. പാട്ട് പഠിച്ചിട്ടൊന്നുമല്ല, ചേച്ചി എവിടെ പോയി പഠിച്ചിട്ടില്ല, കേട്ട് പഠിച്ച പാട്ടുകളാണ്. അങ്ങനെ പാടി മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെ പഠിച്ച ചേച്ചിയാണ്. ഇപ്പൊ എന്തൊക്കെയാണ് വീട്ടിലൊക്കെ വിശേഷങ്ങള്? ഒക്കെ സുഖല്ലേ? ഓണക്കല്ലേ വരുന്നേ. ചേച്ചിന്റെ വീഡിയോ അന്ന് കണ്ടിട്ട് ഒരുപാട് ജനങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചേച്ചിക്ക് തന്നെ അറിയാൻ പറ്റും. പല നിലക്കും ചേച്ചി ചേച്ചിന്റെ പറഞ്ഞല്ലോ കല്യാണ വീട്ടിലൊക്കെ പോയ ആളുകൾ പാട്ട് പാടിപ്പിക്കലുണ്ട്. പാട്ട് പാടിപ്പിച്ചു ആരെങ്കിലും? പാടിക്കലുണ്ട്. ഏത് പാട്ടാ അന്ന് പാടി കൊടുത്തങ്ങള്? ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം കല്യാണ വീട്ടിലൊക്കെ പോയപ്പം കല്യാണ വീട്ടിലല്ല, അപ്പൊ എല്ലാരും പറഞ്ഞു പാട്ട് ഉസാറായി പറഞ്ഞു എല്ലാരും. അപ്പൊ അന്ന് പാട്ട് പഠിച്ചങ്ങോട്ട് ഞങ്ങൾക്ക് ഇതിങ്ങനെ കേൾക്കും. ഞങ്ങള് ഒരു ഉമ്മച്ചി പറയും ചിരുവിന്റെ പാട്ടിടി അറിയും. പണിന്റെ തിരക്കില് പറയും ഉമ്മച്ചി ചിരുവിന്റെ പാട്ടിട്ടെന്നാണ്, ചിരുവിന്റെ പാട്ടിട്ടെന്നാണ്. ഞാൻ അതിലെ പോയപ്പോ അത് പറഞ്ഞു, പട്ടേലത്തേക്ക് അതിലെ പോയപ്പോ ഓലെല്ലാരും പറഞ്ഞു. എനിക്ക് തെറ്റൊക്കെ ഉണ്ടാവും, എനിക്ക് അങ്ങനെ അന്ന് പാടി കൊടുത്ത് പിന്നെ
മലക്കിൽ ജബ്ബാർ എന്ന നാമം കൊണ്ടകിലം പുകയ്ത്തുന്നു റഹ്മാനേ. റഹ്മത്തും ബർക്കത്തും തന്നു നീ ഞങ്ങളെ തുണയ്ക്കണം മന്നാനേ. അതാണ് പാടി. ആ പാട്ട് നല്ല പാട്ടാണല്ലോ ഇത്. അതാണ് പ്രേക്ഷകർ കണ്ടില്ല, ഇതാണ് ചേച്ചിന്റെ കഴിവ്. ചേച്ചിക്ക് ഇതുപോലത്തെ പാട്ടുകളൊക്കെ ചേച്ചിക്ക് അറിയാം. കാരണം വെച്ചാൽ ഇതുപോലത്തെ പ്രായമുള്ള ആളുകൾ, ചേച്ചിക്ക് ഇപ്പോൾ ഒരു 60 വയസ്സ് കഴിഞ്ഞു, ഇതുപോലത്തെ പ്രായമുള്ള ആളുകൾ ഇപ്പോഴത്തെ സമയത്തൊന്നും ഇതുപോലെ പാട്ടുകൾ പാടില്ല. എന്തായാലും സംഭവട്ടങ്ങൾ. അപ്പോൾ ചേച്ചി, സംഗതിയിൽ നിങ്ങൾ ഈ വീഡിയോ കെട്ടതിന് ശേഷം ഒരുപാട് കല്യാണ വീട്ടിലൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? ആളുകളൊക്കെ പാട്ട് പാടാൻ പറയും അല്ലേ? അപ്പൊ രണ്ടുപേരെയും പാടണം. ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടല്ലേ അങ്ങനെ പറഞ്ഞത് അല്ലേ? 4 പേരെങ്കിലും പാടണം. ഞാൻ പറയും ഈ പാട്ട് ഞാൻ കേട്ട് പഠിച്ചിനെ, മുഴുവനൊന്നും ആക്കാൻ കഴിയില്ല. കേട്ട് ഇങ്ങനെ പഠിച്ചിനെ കുറേശ്ശെ പാടാൻ കഴിയുള്ളൂ. ശരി, എന്തായാലും ചേച്ചി നമുക്ക് നല്ലൊരു പാട്ട് കൂടി കേൾക്കാം. നമ്മൾ കേൾപ്പിച്ചു കൊടുക്കല്ലേ? എന്നാ പാടല്ലേ? ഏതാ പാടാ? ഇലാഹിയ ഇലാഹിയ ഇലാഹി ഇലാഹി തൗബതൻ കബിലിൽ മമാത്തി. കരൾ പൊട്ടി വിളിപ്പു ഞാനിലാഹി. കരെ കാട്ടി തുണക്കന്നെ ഇലാഹി. ഇലാഹിയ ഇലാഹിയ ഇലാഹി. നീയല്ലാതെനിക്കില്ല സഹായം. നിലയില്ല കരയിൽ നീ അഭയം. ഇലാഹിയ ഇലാഹിയ ഇലാഹി. ഇലാഹി തൗബതൻ കബിലിൽ മമാത്തി. ചുമടേറ്റി മുതുക്കിന്നിൽ ലൊടിഞ്ഞ് ചുമച്ചത്തന്നൊരൊട്ടകം കരഞ്ഞ്. കരയാൻ മാത്രമാണ് കണ്ണെനിക്ക്. കനിവിൽ കണ്ണ് കാഴ്ചയ്ക്കായി തുറക്ക്. ഇലാഹിയ ഇലാഹിയ ഇലാഹി. ഇലാഹി തൗബതൻ കബിലിൽ മമാത്തി. കരൾ പൊട്ടി വിളിപ്പു ഞാനിലാഹി. കരെ കാട്ടി തുണക്കന്നെ ഇലാഹി. ഇലാഹിയ ഇലാഹിയ ഇലാഹി. ഇലാഹി തൗബതൻ കബിലിൽ മമാത്തി. ചേച്ചി നല്ലൊരു പാട്ടാണ് കൊണ്ട് കേട്ടത്. അജിന്റെ ഒരു പാട്ട് തന്നെ, അതൊക്കെ അറിയും തന്നെ? കുറച്ചറിയാം. ഒന്നങ്ങട്ട് പാടി കാണി ഉഷാറായിട്ട്. ഹജ്ജിൻ്റെ രാവിൽ ഞാൻ കേബം കിനാവ് കണ്ട്. സജറത്തിൽ പൂത്താസു ബർഗത്തിൻ വാതിൽ കണ്ട്. ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാ എനിക്ക് മോഹം. ഹൗളുൽ കൗസർ കുടിക്കുവാൻ എനിക്ക് ദാഹം. ഹജ്ജിൻ്റെ രാവിൽ ഞാൻ കേബം കിനാവ് കണ്ട്. സജറത്തിൽ പൂത്താസു വർഗത്തിൻ വാതിൽ കണ്ട്. മുത്തി റസൂൽ തങ്ക തേരിൽ വരുന്നത് കണ്ട്. കൂറുനിസാനികൾ ആടി കളിക്കിന് കണ്ട്. സ്വർണ്ണപ്പല്ലേക്കിൽ സുലൈമാൻ നബിയെ കണ്ട്. ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാ എനിക്ക് മോഹം. ഹൗളുൽ കൗസർ കുടിക്കുവാൻ എനിക്ക് ദാഹം. ഹജ്ജിൻ്റെ രാവിൽ ഞാൻ കേബം കിനാവ് കണ്ട്. സജറത്തിൽ പൂത്താസു വർഗത്തിൻ വാതിൽ കണ്ട്. അമ്മന്റെ പേരെന്താ? ചെറുക്കിയോ?
ചിറക്കി അല്ലേ? എന്താ വർത്താനം, സുഖാണോ? എത്ര വയസ്സായിപ്പോ? 85 അപ്പൊ ചീരു ചേച്ചിന്റെ ഒക്കെ മേലെയാണല്ലോ, ഒരുപാട് മേലെയാണ്. മേലെയാണല്ലോ. ആ ചീരു ചേച്ചിക്ക് 60 കഴിഞ്ഞിട്ടുള്ളൂ, അമ്മക്കിപ്പോ ഒരു 85 വയസ്സായി തന്നെ. അത് ശരി, നിങ്ങളെ അയൽവാസികളാ, തൊട്ടടുത്ത വീടാണല്ലോ അല്ലേ? ഞാൻ ഈ ചീരു ചേച്ചി വലിയ പാട്ടുകാരിയാ തന്നെ? എങ്ങനെ മനസ്സിലായി നിങ്ങക്ക്? ഞാനും അവ എത്തുള്ളതല്ലേ തന്നെ, അല്ലാണ്ട് എങ്ങനെ മനസ്സിലായി ഓളായിരുന്നു. അമ്മ പാട്ട് പാടുവോ? ഞാൻ പാട്ട് മുൻ പാടുമില്ല. അല്ല, നിങ്ങൾ ഈ പഴയ കാലത്ത് എന്ത് ജോലി ചെയ്തിഞ്ഞേ? ഞാൻ നാട്ടിപ്പണിയൊക്കെ. നാട്ടുപണി, നാട്ടുപാട്ടുണ്ടായി? ഞാൻ പാടില്ല. പാടില്ല തന്നെ? അറിയില്ല. അല്ല, ചീരിയച്ചിന്റെ പാട്ട് എങ്ങനെയുണ്ട്? സാറല്ലേ ഓക്ക് ആദ്യം തന്നെ ഉഷാറാ. ഞാൻ ചീരേച്ചിന്റെ ഒരു വീഡിയോ ഞാൻ അതിന് മുന്നിട്ടിഞ്ഞ്. അപ്പൊ ഇന്ന് ചീരേച്ചിന്റെ അടുത്തേക്ക് 2ാമത് വന്നതാ. ആളുകൾ വിളിച്ചിട്ട് നിൽക്കാനായിക്കല്ലോ, ചീരേച്ചിന്റെ കുറച്ച് പാട്ടുകൂടി കേൾക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കേൾക്കാൻ വേണ്ടി 2ാമത് വന്നതാ. എങ്ങനെയുണ്ട്? അയൽവാസികളൊക്കെയാണ്, ഉഷാറാണ് അല്ലേ? പാട്ടൊക്കെ പഴയ കാലത്തെ പാടും തന്നെ? ശരി ചേച്ചി, പിന്നെ നിങ്ങള് 2ആളും അയൽവാസികളാണല്ലോ. അപ്പൊ ഇനി നമുക്കേ പിന്നെ ചേച്ചിന്റെ അടുത്ത് ഇരുന്നിട്ടൊരു പാട്ടോട് പാടാം. ചേച്ചിന്റെ കൂടെ ഇരുന്നിട്ട് ചീരു വെച്ചൊരു പാട്ടും കൂടി പാടുക അല്ലേ? ഉമ്മുൽ ഖുറാബില്ലണഞ്ഞ ഉമ്മുൽ കിതാബിൻ്റെ ഉടമ നമ്മുടെ നബിൻ്റെ മകൾ ഫാത്തിമ ബീബി, ഫാത്തിമ ബീബി. നമ്മെ അബൂതാലിബിൻ്റെ പൊന്മകനായുള്ള ഹാലി ഹൈദറിൻ്റെ പൂവണിമ ഫാത്തിമ ബീബി, ഫാത്തിമ ബീബി. ചിട്ടമത്ത നടപടികൾ ശുദ്ധമാക്ക പാതടിയിൽ വെച്ചു വിരൽ ചൂണ്ടി തന്ന ഫാത്തിമ ബീബി, ഫാത്തിമ ബീബി. ഉമ്മുൽ ഖുറാബില്ലണഞ്ഞ ഉമ്മുൽ കിതാബിൻ്റെ ഉടമ നമ്മുടെ നബിൻ്റെ മകൾ ഫാത്തിമ ബീബി, ഫാത്തിമ ബീബി. അടിപൊളിയാണ്, നല്ല പാട്ടാണ്. ഉഷാറായിന് പറയണ്ടോ, എന്തോ ഒരു നല്ല പാട്ട്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും പിന്നെ ചേച്ചിക്ക് അയൽവാസിന് കിട്ടിയപ്പോ വളരെ ഉഷാറായിട്ടോ അല്ലേ? അയൽവാസിന് ഒന്നുകൂടി ഉഷാറായി. എങ്ങനെ? നാട്ടുകാരാണ്. നാട്ടുകാരല്ലേ? തുറക്കലുള്ളതാ. ശരി. അപ്പേ നമ്മളിപ്പോ വീഡിയോ നിർത്താൻ പോവാണ്. ഏതായാലും ലാസ്റ്റ് നമുക്ക് ഒരു പാട്ടും കൂടി നമ്മളെ പ്രേക്ഷകർക്ക് ഒന്ന് കേൾപ്പിക്കണം. ആമിന ബീബിക്കോ മെന്ന മോനെ ആരിലും കനിയും ഇമ്പത്തേനെ ആലങ്ങൾക്കാകെയുള്ള റസൂലേ ആദിയോൻ പുകഴ്ത്തുന്ന ഹബീബേ ആലങ്ങൾക്കാകെയുള്ള റസൂലേ ആദിയോൻ പുകഴ്ത്തുന്ന ഹബീബേ അൻ്റെ പാപന്തകാരത്തിൽ താങ്കൾ എൻ്റെ മാനത്തുദിക്കണം തിങ്കൾ ഏകണം നെരുകൊണ്ടി വെളിച്ചം ഏകണം ലാഹുവിനെ തെളിച്ചം ഏകണം നെരുകൊണ്ടി വെളിച്ചം ഏകണം ലാഹുവിനെ തെളിച്ചം ആമിന ബീവിക്കോ മെന്ന മോനെ ആരിലും കനിയും ഇമ്പത്തേനെ. അപ്പൊ ചീരിയച്ചേ കൊറേ പാട്ടുകൾ പാടി, കൂടുതലും റസൂലിന്റെ പാട്ടുകൾ പാടുന്നല്ലേ? ഇത്ര പിന്നെ റസൂലിന്റെ പാട്ടുകൾ പാടാൻ ഇത്ര ഒരു മോഹത്താ? നല്ല ഇഷ്ടം. അജിനടുത്തുനിന്ന് ഖത്തർമാലൊക്കെ കൊണ്ടുവന്നതാ. അതാര് തന്നെ? അജി ഒരു താത്ത തന്നതാ. അപ്പൊ അജിന്റെ പാട്ട് പറഞ്ഞുണ്ട്. അത് ഞാൻ അജിന്റെ പാട്ട് പാടി കൊടുത്ത് ഇതാ ഖത്തർമാല സ്വർണത്തിനാട്ടിൻ തിളങ്ങുന്നുണ്ട്. അത് താഴത്തെ ഒരു താത്ത, പാണ്ടയിലുള്ളൊരു താത്ത പാട്ട് പാടി തരുന്ന എല്ലാം പാട്ട് പാടിയതിന് തന്നതാണ്. കൊറേ ആയി തന്നിട്ട്. എന്നിട്ട് അതില് സ്വർണ്ണം ഇങ്ങനെ കോർത്തതാണ്. കൊറീസ മേടിച്ചു. സംഗതി ആൾക്കാരിങ്ങനെ അറിയപ്പെടുന്നുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ പോട്ടെ. ഇനിയിപ്പോ നമുക്ക് നമ്മളെ പാട്ടുകളെ കുറച്ച് പാടി, ഇനിയിപ്പം കുറച്ച് പാട്ടുകളോട് ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് ഇനിയും വിളിക്കും ആൾക്കാര്. അപ്പൊ അതിനെന്താ ശേഷം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേന് വേറെ കുറെ പാട്ടുകൾ കരുതിയേക്കാം. അങ്ങനെ തന്നെ ആവണം. കാരണം നമ്മളെ കാര്യങ്ങൾ അങ്ങനെ പോട്ടെ. നോക്കി പാടാനൊന്നും അറിയില്ല, കണ്ണിന് കാഴ്ചയില്ല.
കണ്ണ് ചെറിയ അക്ഷരമൊന്നും കാണൂല, വലിയ അക്ഷരം കാണുള്ളൂ അല്ലേ? ആ അതാണ്. നോക്കി പാടുന്നുണ്ട്, നോക്കാതെ എന്തോരം നല്ല പാട്ടാ പാടി, നോക്കാതെ എങ്ങനെ പാടും. എന്തോരം നല്ല പാട്ടാ പാടിയപ്പോ കുറെ പാട്ടുകള് നമ്മളെ അയൽവാസിനകത്ത് പോയി അവിടെ ഇരുന്നും പാടി. എന്താ പറയാ, നമുക്ക് ഈ അയൽവാസികള് നമ്മുടെ തൊട്ടടുത്ത വീടുകൾ ഇവരൊക്കെ ആയിട്ട് എപ്പോഴും നമുക്കൊരു ബന്ധം വേണം. അപ്പോഴല്ലേ നമ്മളൊരു പിന്നെ അല്ലേ ഒരു കുടുംബ ബന്ധം ഉണ്ടാവുള്ളൂ. ഇവിടെ അങ്ങനത്തെ ഇതൊന്നുമില്ല, നല്ല ഇതാണ്. അപ്പൊ എന്തായാലും ചേച്ചിന്റെ പാട്ടുകളൊക്കെ വളരെ ഉഷാറായി. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് ചേച്ചിയുടെ ഒരു കഴിവ്. ചേച്ചി ചെറുപ്പത്തിലെ കേട്ട് പഠിക്കുന്ന പാട്ടുകൾ അതൊക്കെ എത്ര മനോഹരമായിട്ട് നമ്മളെ മുന്നിൽ അവതരിപ്പിക്കണേ. അപ്പൊ എന്തായാലും ചേച്ചിക്ക് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം. നിങ്ങളോട് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്ത അന്ന് തന്നെ എല്ലാവരും നല്ല കമന്റുകളാണ്. കൂടുതൽ ആളുകൾ പ്രാർത്ഥന, നിങ്ങൾക്ക് എല്ലാ ആളുകളും ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അത് തുടർന്ന് ഉണ്ടാവണം. എല്ലാ സപ്പോർട്ടും നിങ്ങളത് വേണം. ഇനി നമുക്ക് എന്താ പറയുക, ഞാനിപ്പോൾ ഓണക്കല്ല വരുന്ന ചേച്ചി, അപ്പോൾ എന്നോട് കഴിഞ്ഞ ചെറിയ സമ്മാനം ഞാൻ വാങ്ങിയിട്ട് ഒരു ഓണക്കൊടി, ഒരു ഉണ്ട് അല്ലേ, സാരി എന്നൊക്കെ പറയും, അങ്ങനെ ആയിക്കോട്ടെ. സന്തോഷമായി നിങ്ങൾക്ക്? സന്തോഷമായില്ലേ? അപ്പോൾ അത് ഈ പ്രാവശ്യം ഓണത്തിന് അതിനെടുക്കുക അല്ലേ? അയ്യോ, അവിടെയും കണ്ടെങ്കിൽ വിസ്മയാണ് ചെല്ലിയ ചേച്ചി. അതാണ് ചേച്ചിൻ്റെ കഴിവ്. എന്തായാലും ചേച്ചിക്ക് ഒരുപാട് കഴിവുള്ള ഒരു കലാകാരിയാണ് ചേച്ചി. ഞാൻ നേരത്തെ പറഞ്ഞു 60 കഴിഞ്ഞൊരു കലാകാരി. ഇനി വീണ്ടും ഒരുപാട് ഉയരങ്ങളിൽ ചേച്ചി എത്തട്ടെ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞു തന്നെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചേച്ചി നമ്മുടെ നാട്ടിലെ പാട്ടുകാരിയാണ്. വീണ്ടും കുറേ കാലം ചേച്ചിക്ക് ഇതുപോലെ പാട്ടുകളൊക്കെ പാടി ജനങ്ങളുടെ മുന്നിൽ എത്താൻ കഴിയട്ടെ. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ അല്ലേ? ഒക്കെ പഠിച്ചിട്ടോ, എല്ലാം പഠിച്ചിട്ട്, പാട്ട് മാത്രമൊന്നല്ല. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുകയാണ്. ഇനി അടുത്ത നല്ലൊരു അടിപൊളി ഇതുപോലത്തെ നമ്മുടെ നാട്ടിൽ കുറേ നേരത്തെ മുൻ വീഡിയോയിൽ പറഞ്ഞ ഉറങ്ങിക്കിടക്കുന്ന കുറേ കലാകാരികളും കലാകാരന്മാരുണ്ട്. അവരൊക്കെ നമുക്ക് മുന്നിൽ കൊണ്ടുവരണം. അവരൊക്കെ ജനങ്ങൾ മുന്നിൽ എത്തിക്കണം. അറിയപ്പെടുന്ന ആളുകളെ വീഡിയോ കുറേ കാണലുണ്ടാവും. അതല്ല, അറിയപ്പെടാത്ത ഇതുപോലത്തെ കുറേ കലാകാരികൾ, അവരൊക്കെ നമുക്ക് മുന്നിൽ എത്തിക്കണം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. ഇതോടുകൂടി ഇന്നത്തെ ഈ ചെറിയ വീഡിയോയുടെ വൈൻഡപ്പിന് അടുത്ത നല്ലൊരു കിടിലൻ വീഡിയോ ആയി വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും. ചേച്ചി ഇന്നത്തെ വരും നല്ല ടാറ്റ കൊടുത്താണ്. ഷാറായിട്ട് ടാറ്റ, ബൈ ബൈ അല്ലേ? ഓക്കെ.